ഈ അലി ഖമൈനിയുടെ സമയത്ത് ഇറാനിൽ കൊന്നത്. അപ്പം അതിൻ്റെ ജുഡീഷ്യൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്, മറ്റുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ കൂടിയിരിക്കുന്ന സമയത്താണ് കുടുംബാംഗങ്ങൾ ആ വീട്ടിലുണ്ട്. അവിടെ വെച്ചാണ് തട്ടി ദൂരെ കളയുന്നത്. അപ്പം ബേസിക്കലി ഇത് ഇറാനിലങ്ങ് പകർന്നു. പിന്നീട് ഇറാനിലെ ആഹ്ലാദ നൃത്തം ചവിട്ടി. കാരണം അയാൾ കൊല്ലപ്പെടേണ്ടവനാണ്. ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ജനാധിപത്യത്തിൻ്റെ കാര്യം പോകട്ടെ, മാസ അമീനിയുടെ ഇഷ്യൂ നിങ്ങൾക്കറിയാം, എത്ര പേരെയാണ് കൊന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വ്യവസായികളെല്ലാം നടത്തിയ, അവിടുത്തെ എക്കോണമി തകർന്നപ്പോൾ നടത്തിയ പ്രക്ഷോഭം, ഏകദേശം 20,000-25,000 പേരെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ജയിലുകളിൽ കൊണ്ട് കൊല്ലുന്നു. ഒരു ദാക്ഷിണ്യം കാണിക്കാതെ അവരുടെ പ്രോസിക്യൂഷനും പെർസിക്യൂഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ രീതിയിലാണ് നടക്കുന്നത്. അപ്പം അതിനാണ് അറുതി വന്നിരിക്കുന്നത്. കാര്യം ഞാൻ പറയാം. ഈ പറയുന്ന കേരളത്തിലെ ചില യൂട്യൂബേഴ്സും ചില സാറ്റലൈറ്റ് മീഡിയയും കേരളത്തിൽ അവരൊക്കെ പറയുന്ന ചുമ്മാ അബദ്ധമാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്കയും ഇസ്രായേലും 2 രാജ്യങ്ങൾ ഒരുമിച്ച് കമ്പൈൻഡ് കോർഡിനേറ്റഡ് അറ്റാക്ക് നടത്തുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടാവത്തില്ല. അത്ര തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുക. അതിനുശേഷം നിങ്ങൾ കണ്ടു കാണും, ഇസ്രായേൽ തന്നെ ഒഫീഷ്യലി അവർ പറഞ്ഞു കഴിഞ്ഞു 500ഓളം ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്ത് 200ഓളം ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വാറാണിത്. മനസ്സിലാക്കി. ഈ സമയത്ത് ഗാസ ഒന്നുമില്ലാതായി. യമൻ ഹൂത്തികൾ നിശബ്ദമായി. ഹിസബുള്ള വെടിതീർത്ത് കൈ കൊടുത്തു. ഈ പറയുന്ന പ്രോക്സീസിനെ മിണ്ടാതിരുത്. കാരണം കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇറാനിലാണ്.